ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത് നടത്തണ്ട എന്ന് പ്രതിപക്ഷം പറയുന്നു, നടത്തണമെന്ന് BJP പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ആ മുറിവ്, ആ വേദനയോ ഉണങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പഹൽഗാമിലെ നമ്മുടെ സഹോദരങ്ങളുടെ വേദന മാഞ്ഞിട്ടില്ല. അതിനു മുൻപ് ഇത്തരം ഒരു മത്സരം വേണോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്താണ് ഈ മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ടോ? മത്സരം നടന്നാൽ അതെങ്ങനെയുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനാണ് സാധ്യത? വിമർശനങ്ങൾ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് അത് ഇന്ന് രാത്രി 8 മണിക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഇനി ആ മത്സരം തുടങ്ങാനായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നതിന് മുൻപ് ഡ്രസ്സിംഗ് റൂമിലൊക്കെ വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ത്യൻ ക്യാമ്പുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ പ്രകാരം ഇന്ത്യൻ ടീം അംഗങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം ടീം അംഗങ്ങൾ പലരും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഇൻസ്റ്റാഗ്രാമോ ട്വിറ്ററോ ഫേസ്ബുക്കോ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലൊരു പ്രചരണം നടക്കുന്നുണ്ട്, ഈ ബോയ്ക്കോട്ട് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് എന്നുള്ളത്. കാര്യം ഇത് ബഹിഷ്കരിക്കുക, കാര്യം ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഒരു സമയമോ സാഹചര്യമല്ല ഇത്. കാരണം പഹൽഗാം ഭീകരാക്രമണം നടന്ന് കഷ്ടിച്ച് 3-4 മാസമേ ആയിട്ടുള്ളൂ. ആ വേദന, ആ മുറിവ് ഉണങ്ങിയിട്ടില്ല, ആ രക്തം ഉണങ്ങി തീർന്നിട്ടില്ല. അതിനു മുമ്പ് എങ്ങനെയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഉത്സവമാണല്ലോ, ഒരു ആഘോഷത്തിൻ്റെ, പ്രത്യേകിച്ച് 2020 എന്ന് പറയുന്നത് ഒരു ആഘോഷ രാവാണ് വാസ്തവത്തിൽ. അപ്പോൾ അത്തരത്തിലൊരു മഹാമഹം നടത്താൻ പറ്റിയ ഒരു സാഹചര്യമാണോ? അതുമാത്രമല്ല, ഈ പാകിസ്ഥാനിലെ ഈ ക്രിക്കറ്റ് ടീമിലുള്ള 2 പേര്, അവരുടെ പേര് ഫഹീം അഷ്റഫ്, ഒന്ന് അബ്രാർ അഹമ്മദ്. ഇവർ 2 പേരും ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയ 2 പേരാണ്. ഇവർ 2 പേരും ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ ടീമിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2 പേരുള്ള ടീമിനെതിരെ ഇന്ത്യ കളിക്കണമോ? കാരണം മുൻ മാതൃകയുണ്ട്. നമ്മുടെ വിരമിച്ച താരങ്ങൾ, ഈ വെറ്ററന്മാരുടെ ഒരു 2020 ലീഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഷഹീൻ അഫ്രീദി എന്ന് പറഞ്ഞൊരു മുൻ താരം പാകിസ്ഥാൻ്റെ, അയാൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കളിയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുകയും കൂടാതെ വിജയിച്ചത് പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കറാച്ചിയിൽ തുറന്ന ജീപ്പിൽ പ്രകടനം നടത്തുകയും ചെയ്ത ആളാണ് ഷഹീൻ അഫ്രീദി. അപ്പോൾ അയാൾ ടീമിലുണ്ട് എന്നുള്ള കാരണം പറഞ്ഞ് ഇന്ത്യൻ മുൻ താരങ്ങൾ, അതായത് ശിഖർ ധവാൻ ഉണ്ടായിരുന്നു, യൂസഫ് പത്താൻ, യുവരാജ് സിംഗ് തുടങ്ങിയ മുൻ താരങ്ങൾ പാകിസ്ഥാനെതിരെയുള്ള മത്സരം ബഹിഷ്കരിച്ചു. അത് ലീഗ് റൗണ്ടിൽ മാത്രമല്ല, നിർണായകമായ സെമി ഫൈനൽ മത്സരം പോലും ഇവർ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അതേ മാതൃക നിലവിലെ താരങ്ങളും ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന താരങ്ങളും പിന്തുടരണം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം. അപ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ടീം അധികൃതരുമായിട്ട് നിരന്തരം സംസാരിക്കുന്നതിനെക്കുറിച്ച്, ഈ ഒരു എന്താ പറയുക, ഒരു മോശം മാനസികാവസ്ഥയാണല്ലോ, വേണോ വേണ്ടയോ, ആശങ്കകൾ ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിരന്തരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. എന്തായാലും മത്സരം ഇന്ന് രാത്രി 8 മണിക്ക് തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിൻ്റെ ആവേശം വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മത്സരത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന വളരെ മന്ദഗതിയിലായിരുന്നു. പ്രത്യേകിച്ച് VVIP ടിക്കറ്റ് ബോക്സ്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആവേശം ഒക്കെ ഉള്ളതുകൊണ്ട് VVIPകൾ ധാരാളം കാണാൻ വരുന്നതാണ്. പക്ഷേ ഈ മത്സരത്തിൻ്റെ VVIP 1,67,000 രൂപയാണ് ഒരു ടിക്കറ്റിന്, വേറെ ഒരെണ്ണത്തിന് 4 ലക്ഷം രൂപയാണ്. അത്തരം ടിക്കറ്റുകളൊക്കെ അൺസോൾഡ് ആയിട്ട് ഈ ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ ഈ സാധാരണ ഗാലറിയിലുള്ള ടിക്കറ്റുകൾ വിൽപ്പന സുഗമമായി നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു പങ്കാളിത്തം, കാണികളുടെ പങ്കാളിത്തം ഈ മത്സരത്തിന് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇനി എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം? നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന കഴിഞ്ഞ ഓഗസ്റ്റിൽ പറഞ്ഞ നിലപാട് പ്രകാരം ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്നതിന് ശേഷം പാകിസ്ഥാനുമായിട്ട് ഒരു തരത്തിലുള്ള കായിക ഇനങ്ങളിലും ഇന്ത്യ നേരിട്ട് പങ്കെടുക്കില്ല. അതിപ്പോൾ ഏതിനമായാലും, ഹോക്കി ആയാലും ശരി, ക്രിക്കറ്റ് ആയാലും ശരി, പക്ഷേ ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്, ക്രിക്കറ്റിലാണെങ്കിൽ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ നടത്തുന്ന ഏഷ്യ കപ്പ് പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ ആരോപണങ്ങളെ BJP എതിർക്കുന്നത്, അല്ലെങ്കിൽ മറുപടി കൊടുക്കുന്നത്. കാരണം BJPയുടെ നിലവിലെ MPയും BCCIയുടെ മുൻ പ്രസിഡന്റുമായ അനുരാഗ് താക്കൂർ, അദ്ദേഹം നൽകുന്ന മറുപടി, ഇത് ഒരു ടൂർണമെൻ്റാണ്, അവിടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നതിന് നിലവിൽ വിലക്കില്ല. ഇനി ഇന്ത്യ ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ അത് എതിരാളിക്ക് അതൊരു അവസരമാകും, അവർക്ക് ടൂർണമെൻറ്റിൽ മുന്നേറാൻ പറ്റും. അപ്പോൾ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കേണ്ട ഒരു സന്നിഗ്ധാവസ്ഥയുണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യ പങ്കെടുക്കുന്നതെന്നുള്ള ന്യായീകരണമാണ് BJP നൽകുന്നത്. അല്ലെങ്കിൽ പൊതുവെ ഔദ്യോഗികമായിട്ട് നൽകുന്ന വിശദീകരണം അതാണ്. കാരണം ഇന്ത്യക്ക് വിലക്കുന്നതിന്, ഇന്ത്യ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് നിലവിലെ ഇവിടുത്തെ ഭരണ സംവിധാനം വിലക്കിയിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം.
എന്നാൽ പ്രതിപക്ഷത്തുള്ള പല രാഷ്ട്രീയ സംഘടനകളും, ഉദാഹരണം പറഞ്ഞാൽ ശിവസേന, കോൺഗ്രസ്, AIMIM തുടങ്ങിയ സംഘടനകളൊക്കെ ഇതിനെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. അതിൽ ശിവസേനയാണ് കുറച്ച് തീവ്രമായ നിലപാടുകൾ പറയുന്നത്. ശിവസേന പറയുന്നത് ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് ആൻഡ് വാട്ടർ, വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ളൊരു നിലപാട് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റും യുദ്ധവും ഒരുമിച്ച് പോകുമോ, ക്രിക്കറ്റും ടെററിസവും ഒരുമിച്ച് പോകുമോ എന്നുള്ളതാണ് ശിവസേന ചോദിക്കുന്നത്. പിന്നെ പറയുന്നത് ഇവിടെ ഇന്ത്യയുടെ ദേശീയത വെറും പണസമ്പാദനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തരത്തിൽ ഈ ക്രിക്കറ്റിനെ മാറ്റിയിരിക്കുന്നു. ലാഭം മാത്രമാണ് BCCIയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ അധികൃതരുടെ ഉദ്ദേശം എന്നുള്ളതും പറയുന്നു. ശിവസേന വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ പല വീടുകളിലും കയറി ഇറങ്ങി സിന്ദൂരം ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുക. അതുകൂടാതെ സിന്ദൂർ രക്ഷാ അഭിയാൻ എന്ന പേരിൽ ഒരു പ്രതിഷേധ പരിപാടിയും അവർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുന്നതിനെ കുറിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത്, RSS, അതേപോലെ ബജ്രംഗ് ദൾ തുടങ്ങിയവർക്കിടെ നിലപാടെന്താണ് എന്നും ഈ പറയുന്ന ശിവസേന ചോദിക്കുന്നുണ്ട്. സമാനമായ നിലപാട് തന്നെയാണ് കോൺഗ്രസിനുമുള്ളത്. ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയ്ക്ക് വഷളായിരിക്കുന്ന സമയത്ത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാത്തിടത്തോളം കാലം ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയല്ല, അതിനുള്ള സാഹചര്യമല്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും നിലപാട്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇത് ഒരു ധനസമ്പാദനം കൃത്യമായും അതുതന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ രണ്ട് രാജ്യങ്ങളും കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒടുവിൽ ഒരു മത്സരം നടന്നത്. അന്ന് ഈ ഇതിൻ്റെ കാണികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിറ്റുപോയ TV ടൈം, വാച്ച് ടൈം എന്നാണ് പറയുക, അത് $26 ബില്യൺ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ 3 ICC ഈവൻറ്റുകളിൽ 2 ടീമുകളും പങ്കെടുത്ത ആ മത്സരത്തിനും മാത്രം ടെലിവിഷൻ റൈറ്റ് വിറ്റുപോയത് 1400 കോടി രൂപയ്ക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഏറ്റവും വലിയ പ്രേക്ഷക പ്രീതിയും അല്ലെങ്കിൽ കാണികളെ കിട്ടാനും ബ്രാൻഡിങ് കിട്ടാനും സ്പോൺസർമാരെ കിട്ടാനും പരസ്യം കിട്ടാനും ഒക്കെ ഉള്ള സാധ്യതയുള്ളൊരു സാധനമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ആ ഒരു കാരണം കൊണ്ട് പല വേദികളിലും ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ആഗ്രഹിക്കുന്നത് പരസ്പരം ഏറ്റുമുട്ടേണ്ടെന്ന് തന്നെയാണ്. ഇന്ത്യ ആ കാര്യം ICC ഔദ്യോഗികമായി അറിയിച്ചിട്ട് കൂടിയുണ്ട്. ഇനി മേലാൽ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി പരസ്പരം മത്സരിക്കാനുള്ള സാഹചര്യം ബോധപൂർവം ഉണ്ടാക്കരുതെന്ന് BCCI ICCക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടൂർണമെൻറ്റ് സംഘാടകർ ബോധപൂർവം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സൃഷ്ടിക്കുകയാണ്. രണ്ടുപേരെ ഒരേ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പരസ്പരം മത്സരിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അത്തരം ഈവൻറ്റുകളിൽ പരസ്പരം മത്സരം ഇല്ലെങ്കിൽ സെമി ഫൈനലിലോട്ടോ ഫൈനലിലോട്ടോ യോഗ്യത കിട്ടിയാൽ മാത്രമേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ബോധപൂർവം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു മത്സരം ഉണ്ടാക്കിയെടുത്ത് അത്തരത്തിൽ പണം സമ്പാദിക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ BCCI എന്ന് പറയുന്നത് ഒരു സ്വകാര്യ പ്രസ്ഥാനമാണ്. അത് ഇന്ത്യ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കീഴിലുള്ളതല്ല. പക്ഷേ പുതിയ ഒരു നടപടി പ്രകാരം സർക്കാരിൻ്റെ നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ അത് പ്രകാരം BCCI ഇപ്പോൾ ആ ബില്ലിൻ്റെ കീഴിലാണ്. അതായത് നമ്മുടെ വിവരാവകാശ നിയമം ഇപ്പോൾ BCCIക്ക് ബാധകമാണ് എന്ന് കരുതി സർക്കാരിന് പൂർണ്ണമായി BCCIയെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ICC, ഇവരുടെയൊക്കെ നിയന്ത്രണത്തിലുള്ള ICC പറയുന്നത് ഒരു ക്രിക്കറ്റ് ബോർഡും അതാത് രാജ്യത്തെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതൊരു സ്വതന്ത്ര ചുമതലയുള്ള സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു പ്രസ്ഥാനമായിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ BCCI ഇപ്പോൾ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സർക്കാർ നിർബന്ധ ബുദ്ധിയാൽ ഇപ്പോൾ അതിലിടപെട്ടാലും BCCI ഇക്കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം എടുത്താൽ, നിലപാടെടുത്താൽ അവർക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട്. ഈ പറയുന്ന BCCIയെ കായിക മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരണം, അങ്ങനെ ഇന്ത്യൻ സർക്കാരിൻ്റെ നയപരിപാടികൾ പാലിക്കാൻ അവർ നിർബന്ധിതരാകണം എന്നുള്ളൊരു ഹർജി സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി ആ ഹർജി അടിയന്തര പ്രാധാന്യത്തോടെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും 2012 ഡിസംബറിലാണ് ഒടുവിലായിട്ട് പാകിസ്ഥാൻ ഇവിടെ ഏകദിന പരമ്പരയ്ക്ക് 2 രാജ്യങ്ങൾ മാത്രം പങ്കെടുക്കുന്ന മത്സരങ്ങൾ അങ്ങനെ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെ ഇത്തരം ടൂർണമെൻറ്റുകളിലല്ലാതെ 2 രാജ്യങ്ങളും പരസ്പരം മത്സരിച്ചിട്ടില്ല. അപ്പോൾ അന്ന് മുറിഞ്ഞതാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ക്രിക്കറ്റ് ബന്ധങ്ങൾ. 2 രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ക്രിക്കറ്റ് ഒരു സൗഹൃദ ഉപാധിയായി, ഒരു എന്താ പറയുക, ക്രിക്കറ്റ് നയതന്ത്രം എന്ന് പോലും വിശേഷിക്കപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ. പക്ഷേ ഇപ്പോൾ
അതിന് പറ്റിയ സമയമാണോ സന്ദർഭമാണോ എന്നുള്ളത് നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു.